ഹേ ഗൈസ്, സാംസങ് ഗാലക്സി S23 ജൂലൈൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ കാണാൻ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. പക്ഷേ എൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. പെർഫോമൻസിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഗീക്ക് ബെഞ്ചിലും CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റിലൊക്കെ സ്കോർസ് നോക്കുമ്പോൾ കുറച്ച് കുറവായിരുന്നു. പക്ഷേ എനിക്ക് റിയൽ ലൈഫ് യൂസേജിൽ ഒരു മാറ്റം കാണാൻ കിട്ടിയിട്ടില്ല. ജൂണിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൽ ഇങ്ങനെയായിരുന്നു എനിക്ക് പെർഫോമൻസ് കിട്ടിയിരുന്നത്. അതേ മാറ്റം സെയിം പെർഫോമൻസ് തന്നെയാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത്. പെർഫോമൻസിൽ ഒരു ഡൗൺ ഗ്രേഡും ആയിട്ടില്ല. ഇപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂവിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇവിടെ ഇൻസ്റ്റഗ്രാം റീൽസ് പിന്നെ യൂട്യൂബ് ഷോർട്സും അതും വൈഫൈയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ടൊരു വാം ആവുന്നുണ്ട്. ഒരു 15 മിനിറ്റ്സൊക്കെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പോഡ്കാസ്റ്റ് വല്ലതും കാണുകയെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഒരു 15 മിനിറ്റ്സ് ടു 20 മിനിറ്റ്സ് ഇന്ന സമയമാകുമ്പോൾ ചെറുതായിട്ട് വാമായിട്ട് ഫീൽ ആവുന്നുണ്ട്. അത്രയും ഞാൻ ഹെവി ആയിട്ട് പുഷ് ചെയ്യില്ല. കുറച്ചും കൂടി ഹെവി ആയി പുഷ് ചെയ്താൽ ഫോൺ ചെറുതായിട്ടൊന്ന് ചൂടാവും. പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് വാമായിട്ടാണ് തോന്നുന്നത്. മൊബൈൽ ഡാറ്റയിൽ വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഫോൺ ചൂടാവുന്നുണ്ട്. ഇപ്പോൾ ഈ സെയിം സംഭവങ്ങൾ തന്നെ ഞാൻ മൊബൈൽ ഡാറ്റയിൽ വെച്ച് ചെയ്യുമ്പോൾ ഫോൺ ചൂടാവുന്നുണ്ട്. വാമല്ല, ചെറുതായിട്ടൊന്ന് ചൂടാവുന്നുണ്ട് ഫോണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഫോണിനെ കുറ്റം പറയാൻ പറ്റില്ല. ബിക്കോസ് മൊബൈൽ ഡാറ്റ അത്ര സ്റ്റേബിളായ ഒരു കണക്ഷനല്ല. വൈഫൈ ആണെങ്കിൽ സ്റ്റേബിളാണ്. അപ്പോൾ മൊബൈൽ ഡാറ്റയിൽ റേഞ്ച് കുറയും കൂടും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഫോണിന് കുറച്ചധികം പണിയെടുക്കണം. അതുകൊണ്ടാണ് ഫോൺ നന്നായിട്ട് ചൂടാവുന്നത്. പിന്നെ ഗ്രീൻ ലൈൻ ഇഷ്യൂവിനെ പറ്റി പറയാൻ വെച്ചാൽ എൻ്റെ ഡിവൈസിൽ ഇതുവരെ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്നും കാണാൻ കിട്ടിയിട്ടില്ല. പക്ഷേ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ തന്നെ പ്രീവിയസ് വീഡിയോയിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ തന്നെ കുറേ പേര് എഴുതിയിട്ടുണ്ട് അവരുടെ ഫോണിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ട് ജൂലൈൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം. പിന്നെ ട്വിറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും കുറേ പേർക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ട്. പിന്നെ ചിലവർ പറയുന്നുണ്ട് അവരുടെ മദർ ബോർഡ് തന്നെ അടിച്ചു പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിനെ പറ്റി എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ജൂണിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിലും ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജൂലൈൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിലും കുറേ പേർക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിൽ പോവുക. സർവീസ് സെൻറ്ററിൽ പോയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറൊരു സർവീസ് സെൻറ്ററിൽ പോവുക. അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു ജോബ് ഷീറ്റ് ഉണ്ടാക്കി തരാൻ പറയുക. ജോബ് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സാംസങ്ങിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് ഒന്ന് വിളിക്കുക. എന്നിട്ട് പറയുക എൻ്റെ ഡിവൈസ് മിൻറ്റ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്, ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിരിക്കുന്നത്, എനിക്ക് എന്തായാലും ഫ്രീ ആയിട്ട് സ്ക്രീൻ റീപ്ലേസ് ചെയ്ത് കിട്ടണം. അപ്പോൾ അവരെന്താണ് പറയണത് നോക്കുക. പിന്നെ പറ്റിയെങ്കിൽ ട്വിറ്ററിൽ പോയിട്ടും കൂടി ഒന്ന് ട്വീറ്റ് ചെയ്യുക, ഇങ്ങനെ എൻ്റെ ഫോണിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടുണ്ട് സാംസങ് ഇന്ത്യയിൽ ടാഗ് ചെയ്തിട്ട്. പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനത്തെ ഓഫറൊന്നും ഇല്ല പറഞ്ഞാൽ എനിക്ക് അപ്പോൾ പറയാം എനിക്ക് വേറെ വഴിയൊന്നുമില്ല, എനിക്ക് കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ ചിലപ്പോൾ ചെയ്ത് തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. ക്യാമറേനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇവിടെ കുറേ പേര് കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഷട്ടർ ലാഗ് ഉണ്ടെന്ന് ജൂലൈൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ക്യാമറ ആപ്പിൽ ലോങ് പ്രസ് ചെയ്യുക, പിന്നെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ക്യാച്ച് കൊടുക്കുക. പിന്നെ ക്യാമറ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഷട്ടർ ലാഗ് കാണാൻ കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ക്യാമറ ക്വാളിറ്റീനെ പറ്റി പറയാന്ന് വെച്ചാൽ ക്യാമറ ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഔട്ട്ഡോർ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. പക്ഷേ ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ ചെറുതായിട്ട് ഗ്രെയിനി ഇമേജസാണ് വരുന്നത്. പോർട്രേറ്റ് ഇമേജസ് എടുക്കുകയാണെങ്കിലും ഇല്ലെങ്കിൽ 3x സൂം ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഗ്രെയിനിയായ ഇമേജസാണ് വരുന്നത്. അത് ഇതുവരെ സാംസങ് സോൾവ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ബാറ്ററി ലൈഫിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇവിടെ ഐഡൽ റെയിൻ നന്നായിട്ടുണ്ട് എൻ്റെ ഡിവൈസിൽ. ലൈക്ക് ഞാൻ രാത്രി 100% ചാർജ് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോഴേക്കും ഇവിടെ 92-93% ആയിട്ട് ബാറ്ററി കുറയും. ഇപ്പോൾ ഇവിടെ ഞാൻ വൈഫൈ ഓൺ ആക്കിയിട്ട് വെക്കും, പക്ഷേ മൊബൈൽ ഡാറ്റ ഓഫാക്കി വെക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷനൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് ഞാൻ വെക്കാറ്. എന്നാലും ഇവിടെ 8% ബാറ്ററി ഡ്രെയിൻ കാണാൻ കിട്ടുന്നുണ്ട് ഈ അപ്ഡേറ്റിൽ. അതേമാതിരി ബാറ്ററി ലൈഫിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് 5.5 to 6 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു 4.5 hours സംതിങ് അങ്ങനെ സ്ക്രീൻ ഓൺ ടൈമാണ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ 120 Hz റിഫ്രഷ് റേറ്റിന് മാറ്റിയിട്ട് ഇപ്പോൾ 60 Hz റിഫ്രഷ് റേറ്റ് വെച്ചിട്ട് യൂസ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. രാവിലെ 7 മണിക്ക് ഫുൾ ചാർജ് ചെയ്താലും എൻ്റെ യൂസേജിൽ ഒരു 4-4:30 ആകുമ്പോഴേക്കും ഇതിൻ്റെ ബാറ്ററി കഴിയും. പിന്നെ ഒന്നുകൂടി ഞാൻ ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ 1 day ബാറ്ററി ബാക്കപ്പ് എന്തായാലും എനിക്ക് ഇപ്പോൾ S23 കിട്ടുന്നില്ല. ഞാൻ എൻ്റെ ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. ബാറ്ററി ഗ്രൂ ആൻഡ് അക്യൂ ബാറ്ററി രണ്ടിലും ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നത് 90% ആണ്. ചിലപ്പോൾ കാരണം എനിക്ക് ബാറ്ററി ലൈഫ് എത്ര കുറയണത്. അപ്പോൾ എന്തായാലും 90% ആണ് ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നത്. ആയിരുന്നു ജൂലൈൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൻ്റെ റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്